കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും കർത്താവിനെ പിടിക്കുന്നതും കർത്താവ് അതുപോലെ പല കോടതികളിൽ വിചാരണ ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ദേവദാസൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഹന്നാവിൻ്റെ അടുത്തും പിന്നെ കയ്യഫാവിൻ്റെ അടുത്തും തുടർന്ന് പീലാത്തോസ്, ഹെരോദാവ്, പിന്നെയും പീലാത്തോസ് എന്നിങ്ങനെ പല സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കർത്താവിനെ വിചാരണ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ചില രംഗങ്ങളാണ് പിന്നെ തുടർന്ന് നമ്മൾ കാണുന്നത്. സുവിശേഷ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾക്ക് എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തായിരുന്നു അതിൻ്റെ ഒരു ഹോൾ പിക്ചർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ കർത്താവിനെ ചുംബനം കൊണ്ട് യൂദാസ് കാണിച്ചു കൊടുക്കുകയും പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതറക്കുകയും അവർക്ക് അവിടെ അവസാനമായിട്ടൊരു മിറക്കിള്, അവർക്ക് മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് ചെയ്ത അവസാനത്തെ അല്ലെങ്കിൽ തൻ്റെ ഉയർപ്പും പുനരുത്ഥാനവും കഴിഞ്ഞ് അതിനു മുമ്പ് താൻ ചെയ്ത അവസാനത്തെ അത്ഭുതം എന്ന് പറയത്തക്കവണ്ണം ആ നിമിഷത്തിലെങ്കിലും മാനസാന്തരപ്പെടാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അതിനും കൂടെ ഉള്ള ഒരു അവസരം കർത്താവ് കൊടുത്തിട്ടാണ് അവർക്ക് ആ ശിക്ഷാവിധി ഉണ്ടായത് എന്ന് ഓർക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കാത് അറുത്ത് കളയുകയും അത് അപ്പോൾ തന്നെ സൗഖ്യമാക്കുകയും ആ കാത് ഒന്നും സംഭവിക്കാത്തതുപോലെ ആ വ്യക്തി സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ അത് സൗഖ്യമാക്കുന്നതുമായ മിറക്കിള് അവരുടെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഫോർ ദം അറ്റ് നൈറ്റ് എന്ന് നമുക്ക് പറയത്തക്കവണ്ണം അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കർത്താവ് ആ ശുശ്രൂഷ നിവർത്തിച്ചു, തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി. എന്നാൽ മതാന്ധത കൊണ്ട്, യേശുവിനോടുള്ള വെറുപ്പ് കൊണ്ട് മനസ്സ് നിറഞ്ഞിരുന്ന അവരുടെ കണ്ണുകളെ തുറക്കാനായിട്ട് അതൊന്നും പര്യാപ്തമല്ലായിരുന്നു എന്നുള്ളതും, കർത്താവ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പം അതിനെയൊക്കെ വളരെ ആരാധനയോടെ കാണുകയും എന്നാൽ കർത്താവിന് ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ വായിൽ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ അതിനനുസരിച്ച് നിൽക്കാൻ കഴിയാത്ത ശിഷ്യന്മാരുടെ പരിതാപകരമായിട്ടുള്ള അനുഭവവുമാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട്. ഇപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ്. മരിക്കുന്നത് വരെ ഞാനിവിടെ നിൽക്കും, എൻ്റെ മേത്ത് ചവിട്ടിയിട്ടല്ലാതെ കർത്താവിനെ പിടിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. നമ്മുടെ നാടൻ ഭാഷയെ ഒന്നുകൂടെ അത് റീഇറ്ററേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒക്കെ പറഞ്ഞ ആൾക്കാരിപ്പോൾ എവിടെ പോയി? എല്ലാവരും ഓടിപ്പോയി, ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. അവർ പറഞ്ഞ വീരസ്യങ്ങളോ അവർ പറഞ്ഞ ചില പ്രസ്താവനകളോ ഒന്നും അവർക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. ആരെപ്പം പറഞ്ഞു എന്ന് അവർ തിരിച്ച് ചോദിക്കത്തക്കവണ്ണമുള്ള ഒരു നിലയിലേക്ക്. കാരണം അവരുടെ ഈ ശക്തിയോ അവരുടെ ചില ചിന്താഗതികളോ അല്ലെങ്കിൽ അവർ അവർ വിഭാവനം ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല. ആദ്യം ഇനീഷ്യലായിട്ടൊന്ന് റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല ഈ എതിർപ്പെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അതിന് കീഴടങ്ങി എന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്ന് മാത്രമല്ല, നമുക്കറിയാം കർത്താവിൻ്റെ കയ്യിലായിരുന്നു ഫുൾ കൺട്രോൾ ഇരുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെയും ചിന്തിച്ച കാര്യമാണ്. ഇന്നും നമുക്ക് ഈ ഭാഗത്ത് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുമ്പം കർത്താവിൻ്റെ കയ്യിലായിരുന്നു കൺട്രോള്. എന്നാൽ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ശിഷ്യന്മാർ നോക്കുമ്പോഴത്തേക്ക് അങ്ങനല്ല കാര്യങ്ങൾ. കർത്താവ് എന്തോ വലിയൊരു അപകടത്തിൽപ്പെട്ടു, കർത്താവിനെയും അദ്ദേഹം പറഞ്ഞതുപോലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അദ്ദേഹം ഇത്ര വലിയ ദൈവത്വവും ശക്തിയും ശ്രേഷ്ഠതയുമുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇതിനെയൊക്കെ ജയിച്ചു വരാനുള്ള ത്രാണി അദ്ദേഹത്തിന് ഇല്ലായിരുന്നോ? അത് വരാത്തത് കൊണ്ട്, അദ്ദേഹം അവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞതുപോലെയൊന്നും അല്ല. കർത്താവിൻ്റെ കാര്യം കട്ടപ്പുകയായി, നമ്മുടേതും മിക്കവാറും ഉടനെ കട്ടപ്പുകയാകും എന്നുള്ള ഒരു ഭയം അവരെ ഗ്രസിക്കുകയും അവർ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ മറന്നു. കാരണം
ഭയമെന്ന് പറയുന്നത് വലിയൊരു പകർച്ചവ്യാധി പോലുള്ള ഒരു കാര്യം. അത് പ്രത്യേകിച്ച് വാക്കും ഭാഷണവും ഒന്നും വേണ്ട. ചില നോട്ടങ്ങൾ, ചില നെടുവീർപ്പുകൾ, ചില ഇത് പ്രത്യേകിച്ച് ആരും ഒന്നും പ്രസ്താവിക്കേണ്ട. നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നെല്ലിക്ക വീണാൽ മതി, അത് ആകാശം ഇടിഞ്ഞു വീഴുന്നും പറഞ്ഞ് ഓടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് നമുക്ക് പണ്ടത്തുള്ള ചില കഥകൾ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം അതാണ് ഭയത്തിന് ഒരു വ്യക്തിയിൽ ചെയ്യാൻ കഴിയുന്ന ആയ കാര്യം. പിശാച് ഏറ്റവും സമർത്ഥമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നത് അന്നും ഇന്നും ഈ ഭയമാണ്. വളരെ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുകയും ഹൃദയങ്ങളെ തകർക്കാനും ഒരിക്കലും ഒരുപക്ഷെ സംഭവിക്കാൻ പോലും സാധ്യതയില്ലാത്ത പരിണത ഫലങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കുകയും അങ്ങനെ നമ്മൾ നെടുവീർപ്പിടുകയും നമ്മൾ വേറൊരു മാനസിക തലത്തിലേക്ക് എത്തുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തു പോകുന്നത് ഈ ഭയം നമ്മളെ ഗ്രസിക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുക. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവർ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ നമുക്കറിയാം. എൻഗതി മരുഭൂമിയിലും അതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ശൗല് ദാവീദിൻ്റെ ജീവനെ വേട്ടയാടാനായിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നും നമുക്കറിയാം. കാരണം ചില സമയത്ത് ഞാൻ ഓർക്കാം, ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവർ കടന്നു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി എങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ദാവീദിനെ ദൈവം എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ള അതും, എന്നാൽ ഇതിനെയൊക്കെ മരണത്തെയൊക്കെ മുഖാമുഖം കണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവ പൈതലിന് ഏറ്റവും അധികം വേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിൻ്റെ സോവർണിറ്റിയിലും കാര്യങ്ങളെല്ലാം സൂപ്പർഫിഷ്യലായിട്ട് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് തോന്നുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് കൺട്രോള് എന്ന് വിശ്വസിക്കാനായിട്ടൊരു ദൈവ പൈതലിനെ കഴിഞ്ഞില്ലെങ്കിൽ സാത്താൻ അവനെ പാറ്റിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്തരം പല വിചാരങ്ങളുടെ ബഹുത്വത്താൽ എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പല നിലകളിലുള്ള വിചാരങ്ങൾ നമ്മളെ മതിക്കുകയും ദൈവകൃപയിൽ നിന്ന് നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായിട്ടൊരു കാര്യവുമില്ല എന്നൊക്കെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രസ്താവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇത് അന്ധകാരത്തിന് നാഴികയാണ്, അല്പസമയത്തേക്ക് അവന് ചില അധികാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് പിന്നെ പിശാചിൻ്റെ കരങ്ങളിലേക്ക് അതങ്ങ് വിട്ടുകൊടുത്തതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ച്, സകലത്തെയും സൃഷ്ടിച്ച്, ദൂതന്മാരെ സൃഷ്ടിച്ച് ഒക്കെ ദൈവമാണെങ്കിൽ പിശാച് ആയിത്തീർന്നതെന്ന് പറയുന്നത് ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തോട് മറുത്ത് ദൈവത്തെക്കാൾ തൻ്റെ സിംഹാസനത്തെ ഉയർത്തിവെക്കാൻ ആഗ്രഹിച്ച് അവൻ സ്വയം ദൈവമേ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലാണ് അവൻ വീണുപോയത് എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ. പല ആൾക്കാരും പറയുന്നുണ്ട് പിശാചിനെ സൃഷ്ടിച്ചത് ദൈവമാണ്, അതുകൊണ്ട് തിന്മയെ സൃഷ്ടിച്ച ദൈവമാണ്, അൾട്ടിമേറ്റായിട്ട് ദൈവത്തിനല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റായിട്ട് അവർക്കതൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാമെങ്കിലും സത്യത്തിൽ നന്മ സൃഷ്ടിക്കുമ്പോൾ തന്നെ തിന്മയുടെ ഒരു സാധ്യതയും അവിടെ തന്നെ നിൽക്കുകയാണ്. തിന്മ സൃഷ്ടിച്ചത് ദൈവമല്ല. വെളിച്ചമുള്ളപ്പോൾ ഇരുളിൻ്റെ ഒരു സാധ്യത അവിടെ തന്നെ ഉണ്ട്. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുളെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഇരുളാരാ സൃഷ്ടിച്ചത്? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. അല്ലാതെ തിന്മ സൃഷ്ടിച്ചതും പാപം സൃഷ്ടിച്ചതും ഒക്കെ ദൈവമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിലെ അനൗചിത്യം ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. അപ്പം ദൈവമല്ല അത് ചെയ്തത്, അല്ലെങ്കിൽ ദൈവമല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ. അപ്പം എന്നാൽ ഇങ്ങനൊക്കെ പിശാചിൻ്റെ കരങ്ങളിലാണ്, പിശാചിന് ചില അധികാരങ്ങൾ ലഭിച്ചു എന്നൊക്കെ വിചാരിക്കുമ്പോഴും കൺട്രോള് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പോയിട്ടില്ല. ഇന്നലെ നമ്മൾ ദൈവത്തിൻ്റെ സോവറിനിറ്റിയെ പറ്റി നമ്മൾ ചിന്തിച്ചു. കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ ദൈവകൃപയിൽ ദൈവസ്നേഹത്തെ അറിയുന്നതിന് മുമ്പും അതിന് ശേഷവും ദൈവം നിഷേധിക്കാത്ത ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. എന്ന് പറഞ്ഞതുപോലെ തന്നെ പിശാചിന് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. പിശാചിന് ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില അവസരങ്ങളിൽ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവനെ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കൺട്രോളോ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സിറ്റുവേഷൻ വഴുതി പോയിട്ടൊന്നുമില്ല. അപ്പോഴും ഈ ഇരുണ്ട മണിക്കൂറുകളിലൂടെ, ഈ ഇരുട്ടിൻ്റെ ഇടനാഴിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോലും കർത്താവ് ഉദ്ദേശിച്ചതും ദൈവനാമ മഹത്വത്തിനായിട്ട് അത് തീരുന്ന ഒരു നിലയിലാണ്
കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം യെശയ്യാ പ്രവചനത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈവനിങ് മീറ്റിങ്ങിൽ നമ്മൾ അതിനൊക്കെയുള്ള ഉത്തരം കൊടുത്തു. കാരണം നന്മയെയും തിന്മയും സൃഷ്ടിച്ചത് ഞാനാണ്, അതുപോലെ അന്ധകാരത്തെ ഇരുളിനെയും സൃഷ്ടിച്ചത് ഞാനാണ് എന്നൊക്കെ ദൈവം പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പം പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലും താഴത്തും വായിക്കത്തില്ല. ആ വാക്യം മാത്രം വായിച്ചിട്ട് പറയും ഇതേ പാസ്റ്റർ എഴുതി വെച്ചേക്കുന്നു തിന്മ സൃഷ്ടിച്ചത് ദൈവമാകുന്നു എന്ന് പറഞ്ഞേക്കുന്നു എന്ന് പറയുക. നമുക്കറിയാമല്ലോ യെശയ്യാ പ്രവചനം ഇതിനു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെ പ്രവാസത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അശ്ശൂർ രാജാവ് അവരെ ഞെരിക്കുന്ന ആ കാലയളവിൽ തന്നെ പ്രവചിക്കപ്പെട്ട ഒരു പ്രവചനമാണ് എന്നുള്ളതും, എന്നാൽ യഹൂദ വിശ്വാസ പ്രവാസത്തിലേക്ക് ആ സമയത്ത് പോയില്ലെങ്കിലും ഭാവിയിൽ അവർ പോകാൻ പോകുന്ന ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർക്ക് ഉറപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം മുൻകൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പുകളും വാഗ്ദത്തങ്ങളും നൽകുന്ന ഒരു ഭാഗമാണെന്നും ആത്യന്തികമായിട്ട് അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള അവർക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടുള്ള വിടുതലിനെക്കുറിച്ചും ആശ്വാസത്തിനെക്കുറിച്ചുമാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അപ്പം തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒരു 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 ആശ്വാസം ഉണ്ടാകാൻ പോകുന്നത് ബാബേൽ പ്രവാസത്തിൽ പോയാലും യിരെമ്യാവ് പറഞ്ഞതുപോലുള്ള 70 വർഷ കാലസംഖ്യ ആകുമ്പോൾ തുടർന്ന് അവർക്കുണ്ടാകാൻ പോകുന്ന വിടുതലിനെ കുറിച്ചാണ്. അപ്പോൾ ബാബിലോണിലാണ് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിലും അവിടെയും ദൈവം അവരെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വലിയ കരവും പ്രൊട്ടക്ഷനും അവർക്ക് ആ നാട്ടിലും അനുഭവിക്കാൻ കഴിയും. നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ദൈവസാന്നിധ്യത്തിലാണോ ദൈവഹിതപ്രകാരമാണോ നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം. എന്നാൽ തുടർന്ന് നമുക്കറിയാം കോരസ് എന്ന് പറയുന്ന രാജാവിനെ ദൈവം ഉപയോഗിക്കുകയും അവരായിരുന്ന ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത സമയത്ത് തന്നെ മടങ്ങി വരികയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഇത് സകലവും കൺട്രോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പാരൻ്റായിട്ട് തിന്മയായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഈ പ്രവാസവും ഇതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ആത്യന്തിക നന്മയ്ക്കായിട്ടും ദൈവഹിതപ്രകാരവും ക്രിസ്തുവിലേക്കുള്ള നിങ്ങളെ നടത്താനുള്ള ചില സ്റ്റെപ്പുകളായിട്ട് അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ അവർക്ക് ലഭിക്കുന്ന ചില അവസരങ്ങളാക്കി അതിനെ തീർക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിലാണ് ഈ നന്മയും തിന്മയും ഒക്കെ കാരണം അവിടെ പറയുന്നത് തിന്മ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, തിന്മയുടെ മുകളിലും അന്ധകാരത്തിൻ്റെ മുകളിലും പിശാചിൻ്റെ മുകളിലും ദൈവത്തിൻ്റെ ആ സർവാധികാരവും ദൈവം ഉദ്ദേശിക്കാത്ത ഒരു നിലയിലേക്ക് ഒരിക്കലും അത്തരം കാര്യങ്ങൾ പോകത്തില്ല എന്നുള്ള അഷ്വറൻസ് തരുന്ന വാക്യങ്ങളത്. അല്ലാതെ തിന്മ ദൈവം സൃഷ്ടിച്ചു അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ തിന്മ അനുഭവിച്ചോ എന്ന് പറയുന്ന വാക്യങ്ങളല്ല. എന്നാൽ താഴെ മീതെ വായിക്കുന്നവർക്ക് അത് എപ്പോഴും ഒരു ഇടർച്ചയായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൈവവചനം എടുത്തിട്ട് നമ്മൾ ഒറ്റ വാക്യം വായിക്കുകയല്ല ചെയ്യേണ്ടത്, ഏത് പശ്ചാത്തലത്തിൽ ആരോടാണ് പറഞ്ഞേക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. അതുപോലെ നമ്മൾ തെറ്റിദ്ധരിച്ച് പറയുന്ന എത്രയോ വാക്യങ്ങളുണ്ട്. അതിനുള്ള സമയമല്ല ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം വിശദീകരണങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നോക്കിയാട്ടെ, അപ്പം ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൺട്രോള് ഈ സമയത്തും കാര്യങ്ങൾ എന്താണ്, എവിടെയാണ്, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് കർത്താവ് തന്നെയാണ്, പിശാചല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്തും അത് തന്നെ നമ്മൾ കാണുന്നു. 26-ാം അധ്യായം 57-ാം വാക്യം നമ്മൾ വായിക്കുമ്പം, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും പരീശന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. നോക്കിയാട്ടെ, അങ്ങനെ കർത്താവിനെ നമുക്കറിയാം യഹൂദന്മാർക്കൊരു ഇതുണ്ടായിരുന്നു, സന്നിധി സംഘം, ബിഫോർ ദ സെൻഹിദ്രിൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ വായിക്കുന്നത്. സന്നിധി സംഘത്തിൻ്റെ മുമ്പാകെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ യഹൂദന്മാരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരു കൗൺസിൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നത് 23 ഇവിടെ എഴുതി 23 പ്രീസ്റ്റുമാർ, 23 സ്ക്രൈബ്സ്, 23 എൽഡേഴ്സ്, ഇവരൊക്കെ ചേരുന്ന ഒരു സംഘമായിരുന്നു. അതിന് നേതാക്കന്മാരായിട്ട് 2 ഹൈ പ്രീസ്റ്റും വേറൊരു വ്യക്തിയും അതിന് നേതാക്കന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സന്നിധി സംഘത്തിൽ അംഗമായിരിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ എബ്രായൻ ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സന്നിധി സംഘത്തിൽ അംഗമായി തീരാനുള്ള
നിന്റെ ക്രെഡൻഷ്യൽസ്, അതിനുള്ള യോഗ്യതയാണ് എന്ന് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒരുപക്ഷെ അതിൽ അംഗമായിരുന്നിരിക്കാമെന്ന് പറയുന്നവരുമുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ. എന്നാൽ അങ്ങനെ ഒരു കൗൺസിൽ, ഒരു യഹൂദന്മാരുടെ സുപ്രീം കോടതി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു 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 വേദി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്നാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് കാണാൻ കഴിയും. ഹന്നാവും കയ്യഫാവിൻ്റെയും കാര്യം നമ്മൾ, എനിക്ക് തോന്നുന്നു ലൂക്കോസിലാണെന്ന് തോന്നുന്നു, ഹന്നാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലൂക്കോസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് പത്രോസ് തള്ളിപ്പറയുന്ന കാര്യം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് ഈ തള്ളിപ്പറയലിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങൾ പിന്നെ വിവരിച്ചേക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ കണ്ടിന്യൂസ് അല്ല. കാരണം ഇവിടെ പത്രോസ് തള്ളിപ്പറയുന്നത് നമ്മളിന്ന് വായിക്കുന്നതിന് ശേഷമുള്ള ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം നമുക്കറിയാം ഹന്നാവായിരുന്നു ആദ്യത്തെ മഹാപുരോഹിതനൊക്കെ ദൈവദാസൻ അത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ റോമ ഭരണകൂടം അദ്ദേഹത്തെ മഹാപുരോഹിത സ്ഥാനത്തു നിന്ന് മാറ്റി എങ്കിലും യഹൂദന്മാർക്ക് മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ മരണം വരെയാണ്. ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആണ് അദ്ദേഹം മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പാരമ്പര്യപ്രകാരം വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ കയ്യഫാവിനെയല്ല, പ്രധാന കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ ഹന്നാവിനെയും ബാക്കിയുള്ള അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കയ്യഫാവിനെയുമാണ് അവർ മഹാപുരോഹിതനായിട്ട് പരിഗണിച്ചിരുന്നത് ഒരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഹന്നാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് നമ്മൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് കേട്ടല്ലോ. പിന്നെ കയ്യഫാവിൻ്റെ അടുത്ത് കൊണ്ടുപോയ കാര്യമാണ് പറഞ്ഞ് അവിടെ നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നുള്ളതും പല നിലകളിൽ ഉള്ള കർത്താവിനെ വിഷമകരമായിട്ട് തീരാവുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരാളെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ആരെങ്കിലും പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചിലർക്ക് പോലീസ് ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ മതി, അതോടെ സകല പദ്ധതികളും തീരും. അയ്യോ, അയാൾ എന്നെ കണ്ണുരുട്ടി നോക്കി, അതുകൊണ്ട് അങ്ങനെയാകും ഇങ്ങനെയാകും സംഭവിക്കാൻ പോകുന്നു, എന്തിനാ എന്നെ കണ്ണുരുട്ടി നോക്കിയത് എന്നൊക്കെ പലപ്പോഴും ഭാരപ്പെടുന്ന ഇതുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ഭാരപ്പെടേണ്ട. കാരണം കണ്ണുരുട്ടി നോക്കുകയോ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുകയോ, ചില ദിവസം നമ്മൾ സുവിശേഷ സംബന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്, കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ കിടക്കുകയും അതിലൊന്നും ആ സമയത്തും ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഒന്ന് കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും നാൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചു ഇങ്ങനെ വിശ്വസിച്ചു, താണ്ടാ പോലീസ് കണ്ണുരുട്ടി നോക്കി. ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലീസുകാർ പലരും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണ്ണുരുട്ടി നോക്കുന്ന ആൾക്കാരാണ്. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നാറില്ല. കാരണം ഇവരൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നതും അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നിലയിലല്ല അവരെ കാണാൻ കഴിയും. കാരണം അവർ വന്ന് അവരുടെ സങ്കടങ്ങൾ വേദനകൾ ഒക്കെ നമ്മുടെ അടുത്തും വന്ന് പറയും. ഇടയ്ക്ക് ചിലരെയൊക്കെ കൗൺസിലിംഗ് നടത്താനും അവരോട് ചില കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെയും ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാക്കി വെച്ച് തൊപ്പി വെച്ച് ഒരു മീശ പിരിച്ചൊക്കെ കണ്ടെന്ന് വെച്ചൊന്ന് നമ്മളങ്ങ് മറിഞ്ഞു വീഴേണ്ട യാതൊരു കാര്യവുമില്ല. അവരും മനുഷ്യരാണ്. പണ്ട് എൻ്റെ അച്ഛൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര പോകുമ്പം ബസ് ദൂരത്തുനിന്ന് വരുന്ന കാണുമ്പോഴേ എനിക്ക് പേടി തുടങ്ങും. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറയും, മോനെ അതിൻ്റെ ഉള്ളിൽ നിന്നെപ്പോലെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ നിയന്ത്രണം, നീ ഇങ്ങനെ പേടിക്കാതെ എന്ന് പറയുന്ന പോലെ കൊച്ചുനാളിലെ കാര്യം പറയും എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് ചില സാഹചര്യങ്ങൾ കണ്ടാൽ മതി ഉടനെ പേടി തുടങ്ങും. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നോക്കിയാട്ടെ, രണ്ടാമത്തെ ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നത്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക, സാറേ എന്നാ കാര്യത്തിനാ? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാമെന്നാ നമ്മുടെ ഇവിടുത്തെ ഡയലോഗ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ അറസ്റ്റ് ചെയ്തു, ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോയി അറസ്റ്റ് ചെയ്തു. എന്നാൽ എന്ത് കാര്യത്തിന് ഈ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. അതാ രസം. എന്തിനാണ് കർത്താവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്? കർത്താവിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അല്ല സാറേ എന്തുവാ കുറ്റം? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്ന് പറയാമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സീനാണ് ഇവിടെ കാണുന്നത്. അവർക്കിപ്പോഴും വ്യക്തമായിട്ട്
ഒരു കാര്യം, എന്ത് കാര്യത്തിന്, എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് ചെയ്തേക്കുന്നത്? നമുക്കറിയാം റോമ നിയമസംഹിത എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. നമ്മളത് പോസിറ്റീവായിട്ട് കാണേണ്ട ചില കാര്യങ്ങൾ. ആ കാലത്ത് ദത്തെടുക്കുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ ദത്തെടുക്കലിന്റെ നിയമം അന്നും വളരെ സ്ട്രോങ് ആയിരുന്നു. ദത്തെടുത്തു കഴിഞ്ഞാൽ തുല്യ അവകാശം ആ ദത്തെടുക്കുന്ന മകനും കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു റോമ നിയമം. അപ്പം ഇവർക്ക് തന്നെ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരമില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ചാർജ് തട്ടിക്കൂട്ടാനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുക. എന്തോ ചാർജ്, പുള്ളിയെ പിടിച്ചും പോയി, അത് നമ്മുടെ അസൂയ കൊണ്ടാണ് പിടിച്ചതെന്നും ആയിത്തീരും. എന്തോ അപ്പം പട്ടാളത്തെ വരുത്തി അറസ്റ്റ് ചെയ്തു, പിടിച്ചോണ്ടുപോയി ഒക്കെ ചെയ്യുന്നു. എന്നാൽ എന്താണ് ഈ കുറ്റം എന്നവർക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നില്ല. അവരതിന് പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ടെ. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിഞ്ചെന്നു, അകത്ത് കടന്ന് അവസാനം കാണാൻ സേവകന്മാർ കൂടെ ഇരുന്നു. അപ്പൊ പത്രോസിന് ഏകദേശം ഉറപ്പായി, ഇനിയിപ്പോൾ ഈ കർത്താവ് വിടുവിക്കപ്പെടത്തുമില്ല, കർത്താവിൻ്റെ അവസാനം വരികയും ചെയ്യും, കർത്താവ് തന്നെ പലപ്പോഴും പറഞ്ഞതുപോലെ മരിക്കുകയും ചെയ്യും. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് സിലബസിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. കാരണം ലൂക്കോസിൽ നമ്മൾ വായിക്കുന്ന കുറേ സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളെ കടന്നു വന്ന് ഭ്രമിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ആ നിലയിൽ പറയത്തക്കവണ്ണം അവരൊക്കെ കഠിനപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇത്രയും നാൾ കൂടെ നടന്ന് പുള്ളിയുടെ അപ്പം തിന്നു, പല മിറക്കിൾസൊക്കെ കണ്ടു, ഇനിയിപ്പോൾ പുള്ളി എങ്ങനെ മരിക്കുന്നതെന്നും കൂടെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം അവിടെ ആയിരുന്നത് എന്ന് നമുക്ക് കാണാൻ. അപ്പോൾ എനിക്ക് ആ വാക്ക് പ്രത്യേകം എനിക്കിഷ്ടം, ഞാൻ പ്രത്യേകം അത് ചിന്തിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല. മഹാപുരോഹിതൻ്റെ അരമനയോളവും പിഞ്ചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടെ ഇരുന്നു. ഇതിനെപ്പറ്റി വിവരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ എങ്ങനെയാണ് അകത്ത് കടന്നത് എന്നൊക്കെയുള്ള വിവരണമുണ്ട്. അതിപ്പോൾ അതെല്ലാം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അകത്ത് കടന്ന് സേവകന്മാരോടുകൂടെ ഇരുന്നു. മഹാപുരോഹിതന്മാർ, ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. അപ്പോൾ ഇപ്പം കള്ളസാക്ഷ്യം പറയാനായിട്ട് 2 പേരെ വേണം. നമുക്കറിയാമല്ലോ, പ്രമാണത്തിലെ ഒരു പ്രമാണമാണ് കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ളത്. കള്ളസത്യം പറയരുത് എന്ന് കർത്താവിൻ്റെ ദാസൻ നേരത്തെ മറ്റ് ചില വാക്യങ്ങളും ഇവിടെ കോട്ട് ചെയ്തല്ലോ. അപ്പം കള്ളസത്യം പറയരുത് എന്നുള്ളതാണെങ്കിലും ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എന്താണോ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് അതിനെ നഗ്നമായിട്ട് പരസ്യമായിട്ട് ലംഘിക്കുന്ന നിലയിൽ, യേശുവിനെതിരെ കള്ളസാക്ഷ്യം പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വാടാ എന്ന് പറഞ്ഞ് അവരൊക്കെ ആളെ അന്വേഷിക്കുക. അങ്ങനെ നമുക്കറിയാം പലരും വന്ന് കർത്താവിനെതിരെ കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു സ്ഥലമൊക്കെ വിൽക്കുന്ന രജിസ്ട്രേഷൻ്റെ ഓഫീസ് നമ്മുടെ ഇവിടെ അടുത്താണ്. അപ്പം അവിടെ സാക്ഷിയായിട്ട് സ്ഥിരം ഒപ്പിടാൻ ഉള്ള ചില ആൾക്കാരുണ്ട്. ഞാനും ഒരു ദിവസം ഒരു സാക്ഷിയുണ്ട്, പിന്നെ ഒരു സാക്ഷിയെ കിട്ടുന്നില്ല. നോക്കിയപ്പം 50 രൂപ കൊടുത്താൽ ഉടനെ ഒരു ഷെട്ടിയുണ്ട്, ആ ഷെട്ടി വന്ന് ഒപ്പിടും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 50 രൂപ കൊടുത്താൽ വരുന്ന സാക്ഷി എന്ന് പറയുന്ന പോലെ അത് ഏതാ ഇത് തട്ടിപ്പാടോ വെട്ടിപ്പാടോ എന്നൊന്നും അറിയണ്ട, അവര് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഇതുപോലെ കള്ളസത്യം ചെയ്യാനായിട്ട്, കള്ളസാക്ഷ്യം പറയാനായിട്ട് സർവദാ അവിടെ അന്വേഷിച്ചു. വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ലായിരുന്നു, അവരെ കള്ളസാക്ഷികൾ വന്നു പറയാനായിട്ട് ശ്രമിച്ചു. നമുക്കറിയാം, നമ്മൾ ലൂക്കോസിലാണോ മർക്കോസിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. എനിക്കൊന്ന് മർക്കോസിലാണെന്ന് തോന്നുന്നു. അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ലെങ്കിൽ പോലും അതെ, മർക്കോസ് 14:55 ആണെങ്കിൽ എന്ന് എഴുതിയത്. മർക്കോസ് 14 പണ്ട് കാലത്തൊക്കെ വലിയ വാക്യം ഓർക്കുന്നതിൽ വലിയ മിടുക്കനായിരുന്നു ഞാൻ. ഇപ്പോൾ ആണെങ്കിൽ ഒരു റെഫറൻസും ഓർമ്മയില്ല. മഹാപുരോഹിതന്മാർ, ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു, കണ്ടില്ല താനും.
ആ, അടുത്തത്, അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. വാലും തുമ്പും ചേരുന്നില്ല, രണ്ടറ്റം എത്താത്ത സാക്ഷ്യങ്ങളാ പലതും പറയുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കോടതിയിൽ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമ്പം അത് എപ്പോഴെങ്ങനെ കൃത്യമായി അതിനെ ക്രോസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒത്തുവരാത്ത സാക്ഷ്യങ്ങൾ പലതും അവിടെ പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അതിനുവേണ്ടി അങ്ങനെ അന്വേഷിക്കുക, ആരെങ്കിലും സാക്ഷിയുണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കുകയും അത് ഒത്തുവരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ട് അങ്ങനെ അവർ തന്നെ, കോർട്ട് തന്നെ ചോദിക്കുകയാണ്, ഇനി നേരിട്ട് കർത്താവിനോട് ചോദിക്കാൻ പോകും. അത് ഇത്രയും നേരം ഇതൊന്നും അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാകുമല്ലോ. ഇവൻ ദൈവാലയം പണിതു, 3 ദിവസം കൊണ്ട് വീണ്ടും പൊളിച്ചു കളഞ്ഞാൽ വീണ്ടും പണിയും. നമുക്കറിയാം, ചില ഉപമയായിട്ടും കാവ്യാത്മകമായിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ കർത്താവിൻ്റെ എല്ലാ ചരിത്രത്തിൽ തന്നെ പലതും ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ആരും പോയി പിന്നെ കോർട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞതിന് എന്നെ ചന്ദ്രനാക്കി എന്ന് പറഞ്ഞ് ആരും കൊണ്ട് കേസ് കൊടുത്തിട്ടില്ല. ഇന്ന ആളിനെ പിടിച്ച് ഉടനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. കാരണം കേൾക്കുന്നവർക്ക് അത് ഒരു കവിതയാണെന്ന്. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ സാമാന്യഗതിയിൽ ഈ ഇത്രയും വലിയ 60, 85, 80 വർഷം കൊണ്ട് പണിയുന്ന അല്ലെങ്കിൽ തീരാൻ പോകുന്ന ഈ ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയും എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കർത്താവ് തൻ്റെ ശരീരമാകുന്ന ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളെ ഗ്രഹിക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല എന്നുള്ളതും, അതുകൊണ്ട് നേരിട്ട് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, അതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല സാക്ഷികളും അവിടെ പറയാനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുക, കള്ളസാക്ഷ്യം പറയാനായിട്ട് നോക്കുക. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് സാക്ഷ്യം പറയേണ്ടത് ആരാ? കർത്താവിനോടുകൂടെ ഇരുന്ന പത്രോസും യോഹന്നാനും ഒക്കെ അവിടെ ആ കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഇതാകുന്നുണ്ട്. അതിനുശേഷമാണ് തള്ളിപ്പറയുന്നത്. എന്നാൽ അന്നേരം ബോൾഡായിട്ട് വേണമെങ്കിൽ ഇവർക്ക് നിന്ന് പറയാം, അങ്ങനെയല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തു എന്തിനാ വന്നത്, എന്താണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു അത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ പറ്റി കൂടുതൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്കറിയാം, നമ്മുടെ പലപ്പോഴും എനിക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ പലപ്പോഴും പ്രായോഗികമല്ലെങ്കിലും മനസ്സിൽ തോന്നിക്കഴിയുമ്പം ഇതൊക്കെ അങ്ങ് വലിയ വായിലങ്ങ് വിളിച്ചു പറയും. അപ്പോൾ ഈ പത്രോസ് ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വാക്യം എഴുതണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം പത്രോസ് നമുക്ക് സമസ്വഭാവമുള്ള ആണ് എന്ന് എഴുതണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇങ്ങനെ പലതും വലിയ വായിൽ ഇങ്ങനെ വിളിച്ചു പറയുകയും എഴുന്നള്ളിക്കുകയും ഒക്കെ ചെയ്യും. മറുരൂപമലയുടെ ഒക്കെ വെച്ച് പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് എന്ത് താൻ പറയുന്നു എന്നറിയാതെ പറഞ്ഞു എന്നൊക്കെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമല്ല, നമ്മളത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ചൊരു ഗ്ലിംസ് ഒന്ന് എത്തി നോക്കാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പം എന്തുമാത്രം ആധികാരികമായിട്ട് അങ്ങോട്ട് പറയുന്ന ആ രീതി ഒന്ന് ആലോചിച്ചാൽ നമ്മൾ തന്നെ നമ്മളെ പലപ്പോഴും മുക്കാലിയെ കെട്ടി തല്ലേണ്ട അവസ്ഥ വരും. വേറെ ആരും തല്ലണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത നിലയിലാണ് പലതും നമ്മൾ വിളിച്ചു പറയുന്നത്. എന്തൊക്കെയായിരുന്നു പത്രോസ്ലിയ പറഞ്ഞത്? എന്നാൽ ഇപ്പൊ ദൂരം വിട്ട് അനുഗമിക്കുന്നതിനെ പറ്റി തന്നെ പല പ്രസംഗങ്ങളുണ്ടല്ലോ, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ അവസാനം കാണാനായിട്ട് നിൽക്കുക. മൂന്നാമത് നമ്മൾ ചിന്തിക്കുമ്പം അവന് ഏറ്റവും നന്നായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു ആന്തരിക ശക്തിയിൽ അവനത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ കർത്താവിന് സാക്ഷ്യം പറയേണ്ട ഒരു അവസരമാണ് അവിടെ കൈവന്നത്. എന്നാൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില ആൾക്കാരൊക്കെ കർത്താവ് ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തെപ്പറ്റി പല നിലകളിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം കർത്താവ് ഇവിടെ സഹിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്.
കർത്താവ് അങ്ങനൊന്നും സഹിച്ചില്ല. കർത്താവ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കർത്താവ് ഉത്തരം കൊടുത്തതാ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നൊക്കെ നമുക്ക് പലരും പറഞ്ഞു. പൗലോസിനെ പറ്റി അതുപോലെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, കർത്താവ് എന്താ അവിടെ ചെയ്തത്? നമുക്കറിയാം, ആ, കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പം കർത്താവിൻ്റെ അടുത്തൊരു ഒരുത്തൻ വന്ന് ചോദിക്കുക, കൈസറിന് ഇത് കൊടുക്കുന്നത് വിഹിതമോ, നീതി കൊടുക്കുന്നത് വിഹിതമോ? അന്നത്തെ കാലത്തെ റോമൻ നികുതി എന്ന് പറയുന്നത് വളരെ നൊട്ടോറിയസ് ആയിരുന്നു, കുപ്രസിദ്ധമായിരുന്നു. ഒരു മനുഷ്യനെ പിഴിഞ്ഞ് എങ്ങനെയൊക്കെ നികുതി എടുക്കാവോ അതിൻ്റെ പരമാവധി എടുക്കുന്ന ഒരു നിലവാരമായിരുന്നു അന്ന് റോമ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള. അതുകൊണ്ട് ഈ മറ്റുള്ള അവർ കീഴടക്കിയ ഈ യഹൂദന്മാരടക്കം മറ്റു പല ആൾക്കാർക്കും എങ്ങനെങ്കിലും ഈ നികുതി ഭാരത്തിൽ നിന്ന് പുറത്തു വരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിപ്ലവകാരികളൊക്കെ അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചാണ് ചോദിക്കുന്നത്, കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമോ? അപ്പോൾ ആണെന്ന് പറയാനും വയ്യ, അല്ലെന്ന് പറയാനും വയ്യ എന്നുള്ളൊരു കുടുക്കിലാണ് കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് വേണ്ടി ചോദിച്ച കാര്യം അറിയാം. അത് നമുക്കറിയാമല്ലോ, എത്ര സമർത്ഥമായിട്ട് അവരെ മിണ്ടാതാക്കി. അവിടെ സദൂക്യരെ മിണ്ടാതാക്കി, പരീശന്മാരെ മിണ്ടാതാക്കി, പലരെയും കർത്താവ് മിണ്ടാതാക്കുന്ന ആ രീതിയും കർത്താവിൻ്റെ ലോജിക്കും നമുക്കറിയാം. ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിസ്സാരമായിട്ടുള്ള ഈ കാര്യങ്ങളെ കർത്താവിന് പ്രതിരോധിക്കാനും കർത്താവിന് അതൊക്കെ ഒരു ഫാലസിയാണെന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ലേ, അറിയത്തില്ലേ? അല്ലെങ്കിൽ കർത്താവ് അത്ര കഴിവില്ലാത്തവനാണോ? മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ആലോചനകൾ ഉൾപ്പുകളെയും തൂക്കി നോക്കുന്ന കർത്താവിന് ഇവരിതാ പറയാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയത്തില്ലേ? അറിഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതല്ലേ? നോക്കിയാട്ടെ, നമ്മളെപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവർ ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യം അതായിരുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ അറിയുകയും പലപ്പോഴും വെളിപ്പെടുത്തുകയും ചെയ്ത ഈ കർത്താവ് പല അത്ഭുതങ്ങൾ, ലാസറിനെ മരണത്തിൽ ഉയിർപ്പിച്ചതടക്കം പല കാര്യങ്ങൾ ചെയ്ത കർത്താവ്, എൻ്റെ പിതാവിന് ഹിതമാണെങ്കിൽ ഇപ്പം തന്നെ 12 ലഗ്യോൻ സൈന്യം ഇവിടെ കടന്നു വന്ന് എനിക്ക് തുണ നിൽക്കാനായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് പത്രോസെ നീ അറിയുന്നില്ല, എന്നിലെ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞ കർത്താവ്. നമുക്കറിയാം, കർത്താവ് അത് ഡിഫെൻഡ് ചെയ്തില്ല, അവരുടെ ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്തില്ല. ഇപ്പോഴും കാരണം ഞാൻ ഈ ഇടയ്ക്ക് ജീസസ് ഫിലിമിൻ്റെ കാര്യം പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകൾ പല ഗ്രാമങ്ങളിൽ ഇത് കൊണ്ടുപോയി കാണിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. ഈ കരുണാമയം എന്ന് പറയുന്ന അതിൻ്റെ കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുമ്പം കർത്താവിൻ്റെ കൈകളിൽ ആണിയടിക്കുന്ന സമയത്ത് രക്തം ഇങ്ങനെ തെറിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ പുറമോട്ട് എഴുന്നേറ്റ് മാറും. ഒരു 3D എഫക്റ്റിലാണ് അതിങ്ങനെ വരുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ രക്തം തെറിക്കലിന് മുമ്പിൽ ഇരുന്ന് ഇത് കാണുന്ന പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ മാറിയിരിക്കുന്നത്. അപ്പം ഇതുപോലെ കർത്താവ് അപ്പം ഒരു കോലും പിടിച്ച് കർത്താവ് അവിടെ നിൽക്കുന്ന ഒരു ഇതാ കാണുന്നത്. പീലാത്തോസ് പിന്നെയും ചോദിക്കുക. അതുപോലെ മഹാപുരോഹിതന്മാരിങ്ങനെ പലതും പറയുക. എന്നിട്ട് അവനെ ഒന്നും അക്ഷോഭ്യനായിട്ട് അവിടെ നിന്നുകൊണ്ട് മൗനമായിട്ട് ശാന്തമായിട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ ആ ഒരു സീൻ, അത് നമുക്കറിയാമല്ലോ, അത് അഭിനയമാണെന്നറിയാം. അഭിനയമാണെങ്കിൽ പോലും അതിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച്. അതുപോലെ ഇതൊക്കെ കാരണം സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് ഇതൊന്നും നമുക്കറിയാമല്ലോ. ചില സ്ഥലങ്ങളിൽ മൗനം എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. മൗനം എന്ന് പറയുന്ന വലിയൊരു ആയുധമാണ്. പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൗനത്താൽ ഞാൻ നിന്നെ വിധിക്കുന്നോ അതോ നീ എന്നെ വിധിക്കുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗും കൂടെ ഞാൻ ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവരെല്ലാം കൂടെ ആരെ വിധിക്കാനാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്? മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവപുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ന്യായവിധിയെല്ലാം പിതാവ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കാം. അതിൽ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സകല ലോകത്തിൻ്റെയും ന്യായകർത്താവിന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് മനുഷ്യക്കോലങ്ങൾ, മനുഷ്യകൃമികൾ, നീതി എന്താണ്, ന്യായം എന്താണെന്ന് അറിയാതെ, കുറ്റം എന്താണെന്ന് അറിയാതെ അറസ്റ്റ് ചെയ്ത് വെച്ച് കുറ്റം ഫ്രെയിം ചെയ്യാൻ നോക്കുന്ന കുറെ ആൾക്കാർ പരിശ്രമിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരെയാ ഇവർ വിധിക്കാനിരിക്കുന്നത്? ആരോടായി ലോജിക്ക് പറയുന്നത്? ആരോടായി ദൈവ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലാസ്ഫമി ചെയ്തു എന്നുള്ളത്, ദൈവനിന്ദ ചെയ്തു എന്നുള്ള കുറ്റം ആരെപ്പറ്റിയാ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ ബ്ലാസ്ഫമി? പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരെയായി ഇങ്ങനെ മുന്നിൽ പിടിച്ചു നിർത്തിയേക്കുന്നേ? അവൻ മൗനമായിട്ട്
മിണ്ടാതെ എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്തില്ല. കാരണം നമുക്കറിയാം കർത്താവിന് ഇതൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരൊറ്റ വാക്ക് മതി, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തകിടം മറിക്കാനുള്ള ശക്തിയുള്ള വ്യക്തി. എന്നാൽ കർത്താവ് സ്വയം അവൻ ഒന്നും ഡിഫെൻഡ് ചെയ്യാതെ, തന്നെ ശാസിച്ചിട്ട് പകരം ശകാരിക്കാതെ, ഭീഷണിപ്പെടുത്തിയിട്ട് പകരം ഭീഷണിപ്പെടുത്താതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്ത ഈ മഹാപുരോഹിതന്മാർക്കും ഒക്കെ എന്തുവാ സംഭവിച്ചത്? കെട്ടിഞ്ഞാന്ന് ചാകേണ്ടി വന്ന പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതുപോലുള്ള ഒരു ഇതിലൂടെ അവർ കടന്നു പോകുക. അന്നേരം അവർ വലിയ ജഡ്ജിങ് സീറ്റിൽ ഇരിക്കുക. എന്നാൽ അവരാരെയാണ് ഈ ബോഷ്ക്ക് പറഞ്ഞ് വിധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരെയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും അവർ ചെയ്യത്തില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നോക്കിയാട്ടെ, 58 അതെ, കള്ളസാക്ഷികൾ വീണ്ടും പണിവാൻ എനിക്ക് കഴിയുമെന്ന് മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവിടെ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തുവോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് കർത്താവിനോട് ചോദിക്കും. ഇതിനു മുന്നേ നമുക്ക് കാണാമല്ലോ, 6-ാം അധ്യായ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പം അവിടെ വെച്ചേ അവനെ കൊല്ലാനായിട്ട് അവർ ആലോചിച്ചു, കല്ലെറിയാൻ തുടങ്ങി, അവരെ കൊല്ലാനായിട്ട് നോക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ 6-8 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായമാണെന്ന് തോന്നുന്നു അവിടെ വായിക്കുന്നത്. അവനെ കൊല്ലാനുള്ള കാരണം അവൻ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സമനാക്കിയത് കൊണ്ടത്രേ. തന്നെത്താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് അവൻ സമനാക്കി. യേശു ദൈവമല്ലായിരുന്നു, യേശു ദൈവം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നവർ. ഇന്നലെ ആണെങ്കിൽ ഒരുത്തൻ ഇവിടെ തെറിയിട്ട് എഴുതിയിട്ടേച്ച് പോയത് കണ്ട്. ഞാൻ പിന്നെ അവസാനമാണ് കണ്ടേ. അതുകൊണ്ട് അവനെ റൂമിൽ നിന്നൊന്നും പുറത്താക്കേണ്ടി വന്നില്ല. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇന്നും വന്ന് ഇട്ടിട്ടുണ്ട്. ആരാണ്ട് കോട്ടയം ലീലാമ്മയുടെ കാര്യം. അവരൊക്കെ അസഹിഷ്ണുത കൊണ്ട് എഴുതുന്നതാണ്. അവരെയൊക്കെ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഫ്രീ ആയിട്ട് രാവിലെ ഓരോ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുക, അവരെ നമ്മുടെ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുക. കാരണം ദൈവവചനം പറയുന്നത് സഹിക്കാൻ വയ്യാതെ വരുമ്പം ഓരോരോ അനാവശ്യങ്ങൾ എഴുതിയിടുക, ഇതൊക്കെ ചെയ്യുക. അവർ കോട്ടയം ലീലാമ്മയുടെ അടുത്ത് തന്നെ പോട്ടെ, അത് നമുക്ക് അവരെ അങ്ങോട്ട് തന്നെ വിട്ടേക്കാം. കാരണം ഇതാ ഇവിടെ എക്സാക്ട്ലി ഇവിടെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയാട്ടെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് മായ്ക്കുന്നതെന്നറിയാവോ? നാളെ നമ്മുടെ ഈ പ്രസംഗമോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ഒന്ന് കേട്ട് കഴിയുമ്പം ഇത്തരം അബദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ആൾക്കാർക്ക് ഇവിടെ വെൽക്കം ഇല്ല. നിങ്ങൾ എവിടെ വേണേലും പോയിരുന്ന് കമൻ്റ് എഴുതിക്കോ, അത് നമുക്ക് യാതൊരു ഇതുമില്ല. ഇവിടെ വന്നിരുന്ന് കമൻ്റ് എഴുതാനായിട്ടും ദൈവവചനത്തിന് വിരോധമായ കാര്യങ്ങൾ പറയാനായിട്ടും അനുവദിക്കുന്നില്ല. അതതിൻ്റെ കാര്യം. നോക്കിയാട്ടെ, ഇവിടെ കാണുക. ഇനി അപ്പം അതെ, ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പം മഹാപുരോഹിതൻ, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ദൈവദാസൻ അതിൻ്റെ സാങ്കത്യമൊക്കെ, മഹാപുരോഹിതൻ വസ്ത്രം കീറി, തിരശീല കീറിപ്പോയി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ പറയും, ഭയങ്കര ബ്ലാസ്ഫമി. എങ്ങനെയാ പ്രിയപ്പെട്ടവർ ഇത് ബ്ലാസ്ഫമി ആകുന്നത്? ഇത് ദൈവനിന്ദയാകുന്നത് എന്താ? അപ്പോൾ ഇദ്ദേഹം ദൈവപുത്രനല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രീ കൺസെപ്ഷനിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിജുഡൈസിലാണ് അവരുടെ ഈ കൂടിവരവ് തന്നെ. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഇതാണ്, ബ്ലാസ്ഫമിയാണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രൂഫ്, അതിനേക്കാൾ വലിയ പ്രൂഫ് വേണ്ട. എൻ്റെ കർത്താവ് യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നവൻ. റോമൻ പടയാളി പോലും അവസാനം പറഞ്ഞു സാക്ഷാൽ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് അവൻ്റെ മരണം സാക്ഷിച്ച റോമൻ പടയാളി പോലും പറഞ്ഞെങ്കിൽ ഇവിടെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. അവര് ഇത് പറഞ്ഞ ഉടനെ തന്നെ കർത്താവിന് തിരിച്ചെന്താ പറയാനുള്ളത്? എൻ്റെ മോനെ, ചിലർ അടയാളം ചോദിച്ചപ്പോൾ ഇനി യോനയുടെ അടയാളമല്ലാതെ വേറൊന്നും കിട്ടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ പോലെ തന്നെയാണ് കർത്താവ് ഇവിടെ പ്രതിവചിക്കുന്നത്. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും
സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും നീ കാണും. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു. ഉടനെ വസ്ത്രം കീറി അവൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആരെന്ന് ഞങ്ങളോട് പ്രവചിക്ക. കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടല്ലോ, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യെങ്കിൽ ഉണങ്ങിയ മരത്തോടെ നീ എന്ത് ചെയ്യും? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണം, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരവീൻ, തലമുറകളെയും ചൊല്ലിക്കരവീൻ എന്ന് പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ ഉള്ള ഒരു വ്യക്തി, യഥാർത്ഥത്തിൽ ദൈവപുത്രനായ അവനോട് അവർ കാണിക്കുന്ന ഹൃദയകാഠിന്യം കണ്ടില്ലേ? നമ്മുടെ വിചാരം തോന്നുന്നു, ഇതിനു മുന്നേ ഒരിക്കൽ സാക്ഷാൽ നീ ദൈവപുത്രനാണെങ്കിൽ പറ, ഇപ്പം ഞങ്ങൾ കിരീടം റെഡിയാക്കി വെച്ചേക്കാണെന്നുള്ള നിലയ്ക്ക് പോയി ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഇവർ ഈ ചോദിക്കുന്നത് എന്തിനാ? അവൻ ദൈവപുത്രൻ അല്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിലും മുൻധാരണയിലും നിന്നുകൊണ്ടായി ചോദിക്കുന്നത്, അല്ലാതെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടെയല്ലേ. എങ്ങനെ വന്നാലും ഈ ആശാരിപ്പണിക്കൻ ദൈവപുത്രനാവത്തില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയും റോമാ ഭരണകൂടത്തിനെതിരെ ഞങ്ങളെ സഹായിക്കാതെയും, അല്ലെങ്കിൽ ഇപ്പോഴും ദൈവരാജ്യം വെളിപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ ഇപ്പം തന്നെ ഈ സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ലോകത്ത് ദൈവരാജ്യം അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ശ്രേഷ്ഠതയും പ്രാധാന്യവുമുള്ള ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നവൻ ഇവനല്ല, ഇവനൊരിക്കലും ആകാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ പാപമാണെന്നും ആ പാപത്തിന് പരിഹാരം ഉണ്ടാകാനാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതും, എന്നാൽ അവൻ്റെ എല്ലാ മെജസ്റ്റിയിലും അവൻ്റെ എല്ലാ മഹത്വത്തിലും ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് അവൻ കടന്നു വരുന്നതും നമുക്കറിയാമല്ലോ. ദാനിയേൽ വായിക്കും 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രാത്രി ദർശനങ്ങളിൽ ആകാശ മേഘാരൂഢനായിട്ട് വരുന്ന രാജാവിനെ ദർശിക്കുന്നതായിട്ടുള്ള ദാനിയേലിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ചില വാക്യങ്ങൾ. 7:13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കണ്ടു എന്ന് പറയുക. മാത്രമല്ല സകല വംശങ്ങളും ഭാഷകളും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു എന്ന് തുടർന്ന് നമ്മൾ വായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ രാജാവ് മേഘാരൂഢനായി വരുന്നു, സകല കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ, നിങ്ങൾക്കുള്ള അടയാളം ഇത് നിങ്ങളിനി കാണും എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. സകല കണ്ണും കാണുക, ലോകത്തിൽ സകല ജാതികളും അവനെ ചൊല്ലി പ്രലപിക്കും. ഈ മഹത്വവാനായ രാജാവിനെ, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറുള്ള അനുഭവത്തിലൊക്കെ ആയിരുന്നുവെങ്കിലും, മാത്രമല്ല ഈ കള്ളസാക്ഷ്യം പറയുന്നതിനെക്കുറിച്ചും കർത്താവ് മിണ്ടാതിരുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വചനഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ കോട്ട് ചെയ്തില്ല. മറക്കാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പേ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ പീഡനത്താലും ശിക്ഷാവിധിയാലും അവൻ എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ഈ കർത്താവിൻ്റെ രാജാവും കർത്താവും സർവസ്വവുമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനും അവൻ്റെ ഈ ക്രൂശ് മരണ നിമിത്തം, തൻ്റെ ക്രൂശിലെ രക്തനിമിത്തം നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി അവന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയും, അതിനാൽ നമ്മളെ നിരപ്പിച്ച് ദൈവത്തോട് നിരപ്പിച്ച ആ വലിയ ഇതിനായിട്ട് പ്രവർത്തിക്കാട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും, അവസാനം വരെ ഈ കർത്താവിൻ്റെ ക്രൂശ് മരണം, അവൻ്റെ പങ്കപ്പാടുകൾ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുകയും നമ്മളെ അവന് വേണ്ടി ജീവിക്കാനായിട്ട് ഇടയാക്കി തീർക്കുകയും, ഈ ലോകത്തിലുള്ള എതിർപ്പുകളും നിന്ദകളും ഒക്കെ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു.